Okay, today we have a theorem that is any vector function is irrotational if it is the gradient of a twice continuously differentiable scalar function. That is, when we taking any vector function which is irrotational, when we can write that vector into a gradient function of a scalar function. That is അത് നമ്മൾ ഏതൊരു വെക്റ്റർ ഫംഗ്ഷനും ഇറൊട്ടേഷണൽ ആയിരിക്കും എപ്പോൾ നമുക്ക് ആ വെക്റ്റർ ഫംഗ്ഷനെ ഗ്രേഡിയൻ്റ് ഓഫ് എ ട്വൈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുക. അതായത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ഉണ്ടോ അത് രണ്ട് തവണ ഒക്കെ നമുക്ക് ഡിഫറൻഷ്യബിൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ട്വൈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള സ്കേലാർ ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് നമുക്ക് ഈ വെക്റ്ററിന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ വെക്റ്റർ എന്തായിരിക്കും? ഇറൊട്ടേഷണൽ എന്നാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് തിയറം. ഒന്നുകൂടെ പറയാം. എനി വെക്റ്റർ ഫംഗ്ഷൻ ഈസ് irrotational if it is the gradient of a twice continuously differentiable scalar function. Okay, then we have the proof. That is, suppose that the vector function v is the gradient of a twice continuously differentiable scalar function phi. അതായത് നമ്മൾ എന്തെടുക്കുക, നമുക്ക് വേണ്ട വെക്റ്റർ ഫംഗ്ഷനായിട്ട് നമ്മൾ വി എടുത്തു. ദാറ്റ് ഈസ് വെക്റ്റർ വി. ഈ വെക്റ്റർ വി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? വിച്ച് ഈസ് ദി ഗ്രേഡിയൻ്റ് ഓഫ് എ ട്വൈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫംഗ്ഷൻ ഫൈ. അതായത് ഈ എടുത്ത വെക്റ്റർ വി എന്താണ്? ഈ സ്കേലാർ ഫംഗ്ഷൻ ഫൈയുടെ ഗ്രേഡിയൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ഡെൽ ഫൈ. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ഓപ്പറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ഡെൽ ഫൈ. വി ഹാവ് ഡെൽ ഈക്വൽ ടു ഡോ by dou xi cap plus dou by dou y j cap plus dou by dou z k cap. Then del phi equal to dou phi by dou xi cap plus dou phi by dou y j cap plus dou phi by dou z k cap. Then we want to check vector v is irrotational or not. For that, curl of that vector equal to 0 or not. Okay, here we want to prove that the curl of v equal to 0. Then only the vector become irrotational. Okay, then therefore curl v equal to നമുക്കറിയാം കേൾ എന്താണ്? ഡെൽ ക്രോസ് ആണ്. ഓക്കെ, ദെൻ കേൾ v equal to ഡെൽ ക്രോസ് v. That's equal to v already we calculated. That is v taken that v equal to del phi. Okay, gradient of a scalar function. Then del cross v equal to del cross del phi. Then we have del equal to dou by dou xi cap plus dou by dou y j cap plus dou by dou z k cap cross del phi. We already get that dou phi by dou xi cap plus dou phi by dou y j cap plus dou phi by dou z k cap. Then we taking the cross product of these two vectors, that is determinant I j k dou phi dou by dou x dou by dou y dou by dou z dou phi by dou x dou phi by dou y dou phi by dou z. The second row is the components of the gradient vector, and third row is the gradient component of the del phi. Okay, then taking the cross product, okay, we get dou square phi by dou y dou z minus dou square phi by dou z dou y I cap minus dou square phi by dou x dou z minus dou square phi by dou z dou x j cap plus dou square phi by dou x dou y minus dou square phi by dou y dou x k cap. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്ക് അറിയുന്നതായിരിക്കും എന്താണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആക്കിയിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഐ ക്യാപ്പ് മൈനസ് സെക്കൻഡ് കോളവും ഫസ്റ്റ് റോയും ആക്കിയിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ജെ ക്യാപ്പ് പ്ലസ് ഫസ്റ്റ് റോയും തേർഡ് കോളവും ആക്കിയിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, ദെൻ വി ഗെറ്റ് ദിസ്. ദാറ്റ് ഈസ് നമുക്കറിയാം എന്താണ്? മിക്സ്ഡ് ഡെറിവേറ്റീവ് ആണ് എന്ത്? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ സെറ്റും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെറ്റ് ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഡെറിവേറ്റീവ് രണ്ടും ഈക്വലാന്ന് നമുക്കറിയാം ഒരു സ്കേലാർ ഫംഗ്ഷൻ്റെ. ഓക്കെ, ദെൻ വി ഗെറ്റ് എന്താണ്? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ സെറ്റും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെറ്റ് ഡോ വൈ എന്താണ്? ഈക്വലാണ്. അതുപോലെ തന്നെ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ സെറ്റും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെറ്റ് ഡോ എക്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. സിമിലർ അതുപോലെ തന്നെ എന്താണ്? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട്? ഫൈ എന്താണ്? ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, then we get 0 I cap plus 0 j cap plus 0 k cap. That's equal to 0 vector. അതായത് നമുക്ക് കിട്ടി എന്താണ്? കേൾ ഓഫ് ദാറ്റ് വെക്റ്റർ. നമ്മൾ എടുത്തിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ്റെ കേൾ എന്തായിട്ട് എടുത്തു? കിട്ടി നമുക്ക് 0 എന്ന് കിട്ടി. Therefore കേൾ ഓഫ് ദാറ്റ് വെക്റ്റർ ഈക്വൽ ടു 0 become that vector is a irrotational. That is, hence v is irrotational. Thus, if a vector function is the gradient of a scalar function, then it is irrotational. Okay, clear? Then next we have a question, that is, if vector r equal to x I cap plus y j cap plus z k cap
and r equal to modulus or magnitude of vector r. Find divergence of r by vector r by r. That is, നമുക്ക് എന്താണ് വെക്ടർ ആർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആറാണ്, അതായത് മോഡ് വെക്ടർ ആറാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡൈവേർജൻസ് ഓഫ് വെക്ടർ ആർ ബൈ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആർ എന്താ തന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ആറ് നമുക്ക് തന്നിട്ടുണ്ട്. Then we start the given vector r equal to x I cap plus y j cap plus z k cap. Then r equal to mod r. We have the magnitude of a vector equal to square root of their components, that is square root of x square plus y square plus z square. Okay, then നമുക്ക് എന്ത് കിട്ടി, r കിട്ടി, വെക്ടർ r കിട്ടി. Then r by r ചെയ്യുമ്പോൾ എന്ത് വരും, x I cap plus y j cap plus z k cap all divided by r, that is r equal to എന്താണ് root of x square plus y square plus z square. Then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We want to find divergence of vector r by r. Divergence എന്ന് പറഞ്ഞാൽ എന്താണ്, del dot that vector ആണ്, that is del dot vector r by r. Then taking dot product of the gradient vector and the vector r by r. Then we get dou by dou x I cap plus dou by dou y j cap plus dou by dou z k cap dot x by r I cap plus y by r j cap plus z by r k cap. ഇവിടെ ഈ ഫസ്റ്റുള്ള വെക്ടർ എന്താണ്, ഗ്രേഡിയൻറ്റ് വെക്ടർ ആണ്. സെക്കൻഡ് വെക്ടർ ആണ് എന്ത്, വെക്ടർ r by r. Then taking the dot product, then we get dou by dou x into x by r plus dou by dou y into y by r plus dou by dou z into z by r. നമുക്കറിയാവുന്ന ശ്രദ്ധിച്ച് നോക്കുക, അതിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ആണ്. എക്സ് എന്താണ്, എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, എക്സ് ബൈ ആറിനെ. പക്ഷേ ഈ ആർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്തുണ്ട്, എക്സ് ഉണ്ട്. കാരണം എന്താ, ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ കണ്ടുപിടിക്കണം, ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ ആർ കണ്ടുപിടിക്കണം, ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ബൈ ആർ കണ്ടുപിടിക്കണം. ഇതിലൊന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് സംഭവം ക്ലിയർ ആയിട്ട് കിട്ടും. കാരണം എന്താ, ഇത് പറഞ്ഞാൽ നമുക്കറിയാം കോഷ്യൻ്റ് ആയിട്ടുള്ള ടേംസിൻ്റെ ഡെറിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, അത് യു ബൈ വി ആണെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. അതായത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ. വി ഹാവ് യു ബൈ വി ഡാഷ്, ദാറ്റ് ഈസ് ഡെറിവേഷൻ ഓഫ് യു ബൈ വി ഈക്വൽ ടു വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. ഇവിടുത്തെ യു എന്താ, വി എന്താണെന്നൊക്കെ ഓർത്ത് വെക്കുക. ഇവിടുത്തെ യു എന്താണ്, എക്സ് ആണ്, വി എന്താണ്, ആർ ആണ്. ദെൻ ആർ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ 1 വരും, മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഡോ ആർ ബൈ ഡോ എക്സ് ബൈ the denominator square, that is r square. That is, then we taking separate, that is r by r square minus x by r square into dou r by dou x. Then r get cancelled, that is 1 by r minus x by r square into dou r by dou x. Similarly, we want to find the dou by dou y of y by r and dou by dou z of z by r. That is dou by dou y of y by r equal to 1 by r minus y by r square into dou r by dou y. Dou by dou z into z by r equal to 1 by r minus z by r square into dou r by dou z. Okay, then substituting this in the equation, that is we get 1 by r minus x by r square dou r by dou x plus 1 by r minus y by r square dou r by dou y plus 1 by r minus z by r square dou r by dou z. Okay, then here have 1 by r, here 1 by r, here 1 by r, that is equal to 3 by r. 3 into 1 by r, 3 by r. Then here have 1 by r square, here 1 by r square, 1 by r square. When we taking commonly minus 1 by r to outside, then we get minus 1 by r square into x into dou r by dou x, y into dou r by dou y plus z into dou r by dou z. Okay, dou r by dou x z. You want to calculate dou r by dou x, dou r by dou y, dou r by dou z. Okay, that is we have r equal to root of x square plus y square plus z square. Then we want to find dou r by dou x. അതായത് ആറിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം, വിത്ത് റെസ്പെക്ട് സെഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞ രൂപത്തിലാണത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്യാണ് വേണ്ടത്. റൂട്ട് എക്സിൻ്റെ നമുക്കറിയാം 1/2 റൂട്ട് എക്സ് ആണ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സെഡ് സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഒരു 1/2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിനെ വീണ്ടും ചെയ്യുമ്പോൾ ഒരു 2x. ഈ 2ഉം 2ഉം ക്യാൻസൽ ബാക്കി എന്ത് വരും, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വരും. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആറാണ്. അപ്പോൾ നമുക്ക് എന്തൊരു ഡോ ആർ ബൈ ഡോ എക്സ് സീക്വൽ എന്ത് വരും, എക്സ് ബൈ ആർ വരും. സിമിലർലി ഡോ ആർ ബൈ ഡോ വൈ എന്ത് വരും, വൈ ബൈ ആർ വരും. ഡോ ആർ ബൈ ഡോ സെഡ് എന്ത് വരും, സെഡ് ബൈ ആർ വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്.
അപ്പോൾ എന്ത് ചെയ്യാതെ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഡോ ആർ ബൈ ഡോ എക്സ് ആണ് എക്സ് ബൈ ആർ ആണ്, അത് കൂട്ടിയിട്ട് എന്തായിട്ട് മാറും എക്സ് സ്ക്വയർ ബൈ ആർ വരും. ഇവിടെ അതുപോലെ വൈ ഉണ്ട്, ഡോ ആർ ബൈ ഡോ വൈ എന്ന് വരും, വൈ ബൈ ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡോ ആർ ബൈ ഡോ സെഡ് ആണ് സെഡ് ബൈ ആർ. Then we get 3 by r minus 1 by r square into x square by r plus y square by r plus z square by r. Since dou r by dou x is equal to x by r, dou r by dou y equal to y by r, dou r by dou z equal to z by r നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നോക്കുക, ഇവിടെ എല്ലാത്തിനും ഡിനോമിനേറ്റർ r ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 3 by r minus 1 by r square into x square plus y square plus z square by r. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, x square plus y square plus z square ഇതെന്താണ്, ആറിൻ്റെ സ്ക്വയർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഇവിടെ എന്താണ്, റൂട്ട് ഒഴിവാക്കി, അപ്പോൾ എന്താണ്, ഇതെന്താണ്, ആറിൻ്റെ സ്ക്വയർ ആണ്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു 3 by r minus 1 by r square into r square by r. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 3 by r minus 1 by r ഈക്വൽ ടു 2 by r. എങ്ങനെ, ഈ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ, 3 by r minus 1 by r വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 by r. ക്ലിയർ? നെക്സ്റ്റ് we have a question. If vector A is a constant vector and vector r equal to xi plus yj plus zk and show that curl of a cross r equal to 2a. നമുക്ക് ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആയിട്ടുള്ള എ തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെല്ലാ കോഎഫിഷ്യൻസ് കോമ്പണൻസും എന്തായിരിക്കും, കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ പ്ലസ് ജെ പ്ലസ് കെ അല്ലെങ്കിൽ 2i പ്ലസ് 3j പ്ലസ് 4k അങ്ങനെ വരുന്നതാണ് എന്ത്, കോൺസ്റ്റന്റ് വെക്ടർ എന്നാൽ. അതുപോലെ വെക്ടർ ആർ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേൾ ഓഫ് എ ക്രോസ് ആർ ഈക്വൽ ടു 2a നമുക്ക് കാണിക്കണം. 2 ഇൻറ്റു വെക്ടർ എ ആണ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെക്ടർ എ നമ്മൾ ഡിഫൈൻ ചെയ്യണം. കോൺസ്റ്റന്റ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് വെക്ടർ എ ഈക്വൽ ടു a1 i cap പ്ലസ് a2 j cap പ്ലസ് a3 k cap. ഇവിടെ a1 a2 a3 ആർ കോൺസ്റ്റന്റ്. Then taking a cross r, we want to find curl of a cross r. Then first find the a cross r. Okay, that is vector a cross vector r equal to determinant I j k, coefficients of a equal to a1 a2 a3, coefficients of r equal to x y z. Then taking cross product and determinant, find this a2z minus a3y I cap minus a1z minus a3x j cap plus a1y minus a2x k cap. Okay, then we want to find curl of a cross r. That is curl of a cross r equal to del cross a cross r, taking the cross product of with respect to del, that is a cross r into del. Okay, that is determinant I j k, dou by dou x, dou by dou y, dou by dou z, coefficients of a cross r equal to a2z minus a3y, a3x minus a1z, a1y minus a2x. Then taking cross product, that equal to dou by dou y, a1y minus a2x minus dou by dou z, a3x minus a1z I cap plus dou by dou z, a2z minus a3y minus dou by dou x, a1y minus a2x j cap plus dou by dou x, a3x minus a1z minus dou by dou y, a2z minus a3y into k cap. ശ്രദ്ധിക്കുക, ഇവിടെ ഡോ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാനുള്ളൂ. ഇവിടെ ആകെ a1ൻ്റെ കൂടെ y ഉള്ളൂ. അതുപോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് z ആണ്, ഇവിടെ a1 ഇൻറ്റു z കൂടെ അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡെറിവേഷൻ എടുക്കുമ്പോൾ a1 വരും, ഇവിടെ മൈനസ് a1 വരും, ദാറ്റ് ഈസ് a1 പ്ലസ് a1 വരും. ഇവിടെ അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് z ആണ്, a2 വരും, ബാക്കി 0 ആയിട്ട് പോകും. ഇവിടെ അതുപോലെ വിത്ത് റെസ്പെക്ട് x ആയതുകൊണ്ട് മൈനസ് a2 വരും. ഇവിടെ a2 മൈനസ് ഓഫ് മൈനസ് a2 പറഞ്ഞാൽ പ്ലസ് a2 ആയിട്ട് വരും. സിമിലർലി ഇവിടെ അതുപോലെ തന്നെ വരിക, വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഇവിടെ a3 ഉണ്ടായിരിക്കും, ഇത് 0 പോകും. ഇവിടെ വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ ഇത് 0 പോകും. ഇവിടെ മൈനസ് a3 ഉണ്ട്, ഇവിടെ a3 മൈനസ് ഓഫ് മൈനസ് a3 വരുമ്പോൾ പ്ലസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് a1 പ്ലസ് a1 i cap പ്ലസ് a2 പ്ലസ് a2 j cap പ്ലസ് a3 പ്ലസ് a3 k cap. That is 2 a1 i cap plus 2 a2 j cap plus 2 a3 k cap. That is we taken a equal to a1 i cap plus a2 j cap plus a3 k cap. Then multiplying 2 into a cap equal to, so 2 into vector a equal to 2 a1 i cap plus 2 a2 j cap plus 2 a3 k cap. That we here we get that നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എന്താണ്, 2 into a1 i cap plus 2 into a2 j cap plus 2 into a3 k cap. a 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ തരും 2 into a1 i cap plus a2 j cap plus a3 k cap. That is equal to 2 into vector a. Okay.